ഹലോ. പെയിൻ്റൊക്കെ ആയിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ സംഭവം ബുക്കിലോ പേപ്പറിലോ ഒന്നുമല്ല, ഞങ്ങൾ ചുമര് വൃത്തികേടാക്കാൻ പോവാണ്. അത് സ്വന്തം വീടല്ല, ഫ്രണ്ടിൻ്റെ വീടാണ്. ആതിരയുടെ വീട്ടിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ, ജിത്തുവേട്ടൻ, രൂപേഷേട്ടൻ, അതുവേട്ടൻ, അവരുടെ വൈഫ് ആതിര, മേഘ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് രൂപേഷേട്ടൻ. ആ സൈഡിലിരിക്കുന്ന ബ്ലൂ ഇട്ടതാണ് മേഘ ഇപ്പം കണ്ടത്. പിന്നെ ഇത് ജിത്തുവേട്ടൻ, പിന്നെ അതുവേട്ടൻ്റെ വൈഫിൻ്റെ വീടാണ് കേട്ടോ ഇത്. അന്ന് അവിടെ നമ്മൾ സ്റ്റേ അടിച്ചു. പെയിൻ്റ് അടിക്കാൻ ബ്രഷ് ഇല്ലാത്തപ്പോഴാണ് ഒരാൾ അതെടുത്ത് ചെവിയിൽ വെക്കുന്നത്. ആ ബ്രഷ് മുഴുവൻ എടുത്ത് കുത്തിയിൽ തന്നെ കുത്തി എല്ലാ കളറും അങ്ങോട്ട് മിക്സാക്കി വെച്ചപ്പോൾ സമാധാനമായി. എല്ലാവരും കയ്യിൽ ഓരോ കളേഴ്സായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കണ്ട സൈഡിൽ ആതിരയുടെ അച്ഛനെ ഇരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥ എന്ന് പറയാം. ഇറക്കി വിടാനും പറ്റില്ല. ഓരോ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പാവം ആതിരയുടെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. ഇത് എനിക്ക് കളയാൻ പറ്റുമോ, പെയിന്റ് അടിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. കാണുന്നില്ല ഓറഞ്ച് ചുമര് വൃത്തികേടാക്കിയാലും പോരാ, അച്ഛനെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിച്ചു ഞങ്ങള്. എന്നിട്ട് ഇവിടുന്ന് വീഡിയോ എടുക്കാം നമുക്ക്. നിക്ക് ജിത്തോട്ടാ, ഇതാ നല്ലത്. ഇവിടുന്ന് എടുക്കാച്ചാ, അപ്പൊ ശരിയാവില്ലേ? അതല്ല അങ്ങനെ പറ്റട്ടെ, അമർത്ത് കുറച്ച്. ഇവളെ വീടാണ് കേട്ടോ ഇത്. ഇത് കട്ട് ചെയ്യണേ, ഒരേ വീഡിയോ ആണ്. അതിനി ബ്രഷിനെ സെറ്റ് ആക്കിയാ പോരത്. ഇങ്ങനെ പരത്തേടി ബേക്കനേടി. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ബ്രഷിനെ കൊണ്ട് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലല്ലോ. ജോലിഷേട്ടന് മാത്രമാണ് കറക്റ്റ് ആയിട്ട് വന്നത്. അങ്ങനെ ആരാൻ്റെ വീട് വൃത്തികേടാക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഫെയറി ലൈറ്റ്സ് ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങ് ചുറ്റും ഒന്ന് ഫിറ്റ് ചെയ്തു, ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഡബിൾ ടാപ്പ് വെച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അടിപൊളി ലുക്കായിരുന്നു. എല്ലാവർക്കും അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഇത് അവളിപ്പോഴും അയച്ചു കളഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടാണുള്ളത്, നല്ലൊരു ഓർമ്മയ്ക്കായിട്ട്. പിന്നെ എനിക്ക് തോന്നി എൻ്റെ വീട്ടിലും കൂടി ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അച്ഛനും ഓടിക്കില്ല, അമ്മ ചിലപ്പോൾ ഓടിച്ചൊന്ന് തരും. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ മൈതാനത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. ലാസ്റ്റ് ആ റൂമിൻ്റെ കോല എങ്ങനെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് എല്ലാവരും കൂടി അത് ഒരുമിച്ച് വൃത്തിയാക്കി ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം തിരിച്ചു വന്നു.